സംഭവം എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ, സത്യം. ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡ് വരുന്നു. 999 രൂപയ്ക്ക് മുകളിൽ ഒരു സാധനവും വിൽക്കില്ലെന്ന സ്ട്രാറ്റജി മുന്നോട്ട് വയ്ക്കുന്നു. ഒരു രൂപ പോലും പരസ്യത്തിനായി അവർ മുടക്കുന്നില്ല. എന്നിട്ടും ഓരോ ദിവസവും ഓരോ ഷോറൂം വീതം തുറക്കുന്നു. ഇ കൊമേഴ്സ് ആപ്പോ വെബ്സൈറ്റോ ഇല്ലാതെ ഫിസിക്കൽ സ്റ്റോർ വഴി മാത്രം കച്ചവടം നടത്തുന്ന ആ ബ്രാൻഡിനെ ജനം ഏറ്റെടുക്കുന്നു. ലാഭം കുന്നുകൂടുന്നു. വമ്പൻ വസ്ത്ര ബ്രാൻഡുകളെ പോലും മുട്ടുകുത്തിച്ച ടാറ്റ കുറിച്ച ആ വിജയഗാഥയുടെ പേരാണ് സ്റ്റുഡിയോ. 999 രൂപയിൽ കൂടുതൽ വിലയുള്ള ഒരു സാധനവുമില്ലാത്ത ഒരു വസ്ത്ര ബ്രാൻഡ് തുടങ്ങുക. വസ്ത്രങ്ങളുടെ കാര്യത്തിൽ ഓൺലൈൻ പർച്ചേസിൽ ഇന്ത്യക്കാർ പുറകോട്ടാണ്. അവർക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വേണം. അതിനാൽ തന്നെ വെബ്സൈറ്റോ ഇ കൊമേഴ്സ് ആപ്പോ ഇല്ലാതെ രാജ്യത്തെ ടയർ 2, 3 നഗരങ്ങളിലും ചെറുപട്ടണങ്ങളിലും ഈ ബ്രാൻഡ് ഷോറൂമുകൾ തുറക്കണം. അപ്പർ ക്ലാസ് നിലവാരത്തിലായിരിക്കണം ഈ ഷോറൂമുകൾ. പരസ്യങ്ങൾ നിർമ്മിക്കേണ്ടതില്ല. ആളുകൾ കേട്ടും കണ്ടുപറഞ്ഞ് ഈ ബ്രാൻഡിനെ തേടിയെത്തണം. ഡിസ്കൗണ്ടുകൾ കാണിച്ച് ആളുകളെ കയറ്റുന്ന പരിപാടി പാടില്ല. ഡിസ്കൗണ്ട് എന്നതിന്റെ മറ്റൊരു പേര് തന്നെയായിരിക്കണം ഈ ബ്രാൻഡ്. സീസണൽ ഷോപ്പിംഗിനായല്ല ആളുകൾ ഇവിടേക്ക് വരേണ്ടത്. സൂപ്പർ മാർക്കറ്റിൽ എന്ന പോലെ തുടരെ കസ്റ്റമർ എത്തണം. ഷോറൂമുകളിലെ ജീവനക്കാർക്ക് ലോഗോത്തര നിലവാരത്തിലുള്ള ട്രെയിനിങ് നൽകണം. ബ്രാൻഡിന്റെ ലോഗോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർക്കോഡിലായിരിക്കണം. അങ്ങനെ ഇന്ത്യൻ വസ്ത്ര വിപണിയിൽ ഒരു വിപ്ലവമായി ആ ബ്രാൻഡ് പിറന്നു. സ്റ്റുഡിയോ പൊളിയല്ലേ, സൂപ്പർ.